ചുരിദാറിൻ്റെ പാൻറ്റാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അളവ് തന്നിട്ടുണ്ട്, അളവ് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ തുണി എടുത്തിട്ട് പാൻറ്റ് പീസ് നമുക്ക് മാറ്റാം. ഇത് ടോപ്പാണ്. ലൈനിങ്ങും ടോപ്പ് പീസും കൂടെ നമുക്ക് മാറ്റി വെച്ചിട്ട് പാൻറ്റ് പീസ് കട്ട് ചെയ്യാം. 2 പാൻറ്റാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. 2 പാൻറ്റും കൂടെ നമുക്ക് ഒന്നിച്ചിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, ഒരാൾക്കുടെ ആയതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തുണി ഡിസൈൻ നോക്കണം. ഡിസൈൻ ആദ്യം നോക്കിയിട്ട് ചില പൂക്കൾ താഴോട്ട് മുകളിലോട്ട് നിൽക്കും. അപ്പോൾ അത് നോക്കി വേണം തുണി മടക്കി ഇടാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ഒരേ ലെവലിലാക്കണം കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ തുണി രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം വീണ്ടും അതിനെ 4ആയിട്ട് ഇങ്ങനെ മടക്കണം കേട്ടോ. 2 കാലല്ലേ, അപ്പോൾ നമ്മൾ വീണ്ടും 2ആയിട്ട് മടക്കിയതിന് ശേഷം 4ആയിട്ട് മടക്കി. അപ്പം നല്ല പീസ് ചീത്ത പീസ് വേണം മുകളിലിടാനും, നല്ല പീസ് അടിയിലോട്ടില്ല. ഇങ്ങനെട്ട് കട്ട് ചെയ്യാം. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് ലൈൻ എടുത്തില്ല, ഞാൻ വേറൊരു പീസിനകത്തില്ല. അപ്പോൾ ഇതെങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, ചോക്കിൻ്റെ ലൈൻ വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ദിവസം തന്നെ ഇങ്ങനെ കിടന്നോട്ടെ, മറിക്കുന്നില്ല. അപ്പോൾ ഒറ്റയ്ക്കിട്ട് വെട്ടുവാണെങ്കിൽ ചോക്കിൻ്റെ ലൈൻ കാണാതിരിക്കാൻ വേണ്ടി തിരിച്ചിട്ട് വെട്ടണം കേട്ടോ. അപ്പോൾ ചുളിവെല്ലാം മാറ്റി കറക്റ്റായിട്ട് ഇടുക. അടുത്ത പീസ് നല്ല വശമാണ്, തുണിയുടെ നല്ല വശമാണ്. നല്ല വശം അകത്ത് വരുത്തൊക്കെ വേണം വെട്ടണം. ചീത്ത വശം പുറത്ത് വരണം. നമ്മളിതിനകത്ത് ചോക്ക് കൊണ്ട് വരയ്ക്കുകയല്ലേ. തുണി ഇങ്ങനെ നേരെ 2ആയിട്ട് മടക്കണം. എന്താ 2ആയിട്ട് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കണം. അപ്പോൾ 4ആയിട്ട് മടക്കണം കേട്ടോ. എന്നിട്ട് ഈ മടക്ക് സൈഡ് നമ്മുടെ വശത്തോട്ട് നിൽക്കും. മടക്ക് സൈഡ് നമ്മുടെ വശത്തോട്ട് നിൽക്കും കേട്ടോ. മടക്ക് സൈഡ് നമ്മുടെ സൈഡിലോട്ട് നിന്നിട്ട് കറക്റ്റായിട്ട് വെക്കണം. ഇത് നമുക്ക് തുണി ലെവൽ ചെയ്യാം. ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഈ തുണി നമുക്ക് കാലിൻ്റെ ഭാഗം അടിഭാഗം മടക്കി തയ്ക്കണമല്ലോ. ഒരു 2.5 ഇഞ്ച് വീതിയിൽ എല്ലാം കൊടുക്കണം. ഇവിടെയാണ് നമുക്ക് മടക്കി തയ്ക്കുക. ഇനി ഈ പാൻറ്റ് നമുക്ക് അളവെടുക്കാം. നമ്മുടെ അളവ് പാൻറ്റ് ചുളിവില്ലാതെ കറക്റ്റായിട്ട് തയ്ക്കുക. എന്നിട്ട് കാലിൻ്റെ വണ്ണം നോക്കും. അപ്പോൾ അളവുണ്ടായതുകൊണ്ട് നമുക്ക് അളവിൽ തയ്ക്കണം. 6.5 ഇഞ്ചാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് തയ്യൽത്തുമ്പോൾ എടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ജോയിൻറ്റില്ലേ അവിടുന്ന് ഇവിടം വരെയുള്ള നീളം നോക്കാം. 32.5 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് 32.5 എടുക്കണം.
32.5 എടുത്തിട്ട് അര ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. കാരണം ഇവിടെ ഒരു ജോയിൻറ്റ് വരും. വീതി നമുക്ക് ഞൊറുകൂടാൻ ആയതുകൊണ്ട് ആ വീതി എടുക്കണം തുണിയുടെ കേട്ടോ. എന്നിട്ട് ക്രോച്ച് ലെന്ത് എടുക്കുക. അളവുണ്ടായതുകൊണ്ട് നമുക്കൊന്നും നോക്കണ്ട. അത് ക്രോച്ച് ലെന്ത് എടുക്കുമ്പോൾ ഈ ജോയിൻ്റില്ലേ ഇവിടുന്ന് മുടമ്പരല്ല ഇതിൻ്റെ നീളം നോക്കുക. 8.5 ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു 8.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. പിന്നെ 1 ഇഞ്ച് കൈകൊണ്ടിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഇവിടുന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ ഒരു ഷേപ്പിൽ 1-1.5 ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇവിടെ അധികം തയ്യൽ തുമ്പിടരുത്, അവിടെ പിടുത്തം വരും കേട്ടോ. എന്നിട്ട് നമുക്ക് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി മടക്കി തയ്ക്കാൻ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. കാല് മടക്കി തയ്ക്കുന്ന ആ ഭാഗത്ത് ഒരു പോയിൻ്റ് ഇട്ട് അപ്പോൾ നമുക്ക് ക്യാൻവാസ് പുല്ലിൽ വെച്ചിട്ട് കട്ടിക്ക് കൊടുക്കാനായിട്ട് ഈ രീതിയിൽ മടക്കി തയ്ക്കാം. ഓക്കെ. ഇനി നമുക്കിത് മടക്കി വെക്കാം. ഇനി നമുക്ക് ബാൻഡ് പീസ് കട്ട് ചെയ്യണം. ബാൻഡ് പീസ് കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിനടുത്ത് കട്ട് ചെയ്യാം. ഒരെണ്ണത്തിനടുത്ത് കട്ട് ചെയ്യാം. ബാൻഡ് പീസ് കട്ട് ചെയ്യാനായിട്ട് തുണി ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ നമ്മൾ 4ആയിട്ടല്ലേ മടക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ അങ്ങ് 4ആക്കിയാൽ മതി. എന്നിട്ട് 4ആയിട്ട് മടക്കിയിട്ട് ഈ നീളം 12 ഉണ്ട്. 12.5 ഉണ്ട് കേട്ടോ. 4ആയിട്ട് മടക്കുമ്പോൾ 12.5. അപ്പം നമുക്ക് കൂടുതൽ 12.5യുടെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടണം. 13.5 തയ്യൽ തുമ്പിന് വേണ്ടി കേട്ടോ. 13.5 എടുത്തിട്ട് ആ നീളം നോക്കുക. ബാൻഡിൻ്റെ നീളം 7 ഉണ്ട്. അതിൻ്റെ കൂടെ വള്ളി ഇടാനായിട്ട് 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. ഏഴും 2 കൂടെ വരുമ്പോൾ 9 ഇഞ്ച്. 9 ഇഞ്ച് എടുത്തിട്ട് കറക്റ്റാക്കി. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ഇതിനും കൂടെ കട്ട് ചെയ്യാം. മറ്റേ പാൻറ്റിൻ്റെ കൂടെ തുണി വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ ഒരു കട്ടില്ലായിരുന്നു, നമുക്ക് അത് ആ മടക്ക് മതിയായിരുന്നു. പക്ഷെ ഒരു കട്ട് വന്നു. അതുകൊണ്ട് നമുക്ക് ഇത് മറ്റേ 4 പീസായിട്ട് ഞാൻ മടക്കിയിട്ടേക്കുന്നത്. 4ആയിട്ട് മടക്കിയിട്ടതുകൊണ്ട് നമ്മളിത് തന്നെ
എടുത്തു, ഇങ്ങനെ വെച്ചു. ഇതിന് ലെവൽ ചെയ്ത് കട്ട് ചെയ്താൽ മതി. ഈ കുറവുള്ളൊരു പീസ് വെച്ചടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇത് മാറ്റിയതിന് ശേഷം ഇങ്ങനെ ചേർത്തടിച്ചിട്ട് ഒരേ ലെവലാക്കാം. ഇങ്ങനെ ചേർത്തടിച്ചിട്ട് കറക്റ്റായിട്ട് പറ്റും. ഏത് രീതി വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ജോയിൻറ്റ് ചെയ്തെടുക്കണം, അതുകൊണ്ട് ഇത് മാറ്റി വെക്കുക. അപ്പോൾ പാൻറ്റ് വെട്ടാൻ പഠിച്ചല്ലോ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടു. അതുകൊണ്ട് ഈ കൂടുതൽ നിൽക്കുന്ന പീസ് പിന്നെ 4ആയിട്ട് മടക്കിയിട്ടല്ലോ. ഇവിടെ നമുക്കൊരു ഞൊറിവ് വരും. ഈ കൂടുതൽ നിൽക്കുന്ന പീസാണ് നമ്മൾ ഞൊറിവ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. പ്ലീറ്റ്സ് സെൻറ്ററിലും കൊടുക്കാം, സൈഡിലും കൊടുക്കാം. സെൻറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇടും, സൈഡിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇട്ട് കൊടുക്കും. സെൻറ്ററിലാണെങ്കിൽ അങ്ങോട്ട് നീക്കി വെക്കും. അപ്പോൾ ഇത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം, സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്തതിന് ശേഷമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.